എന്നാൽ ഇന്ന് പുത്രൻ ജനിച്ചിരിക്കുന്നു, നമുക്ക് വേണ്ടി മരിച്ചിരിക്കുന്നു, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. പുത്രനിലൂടെയുള്ള നമ്മുടെ രക്ഷ വെളിപ്പെട്ട് വന്നിരിക്കുകയാണ് ഇപ്പോൾ പൗലോസ് അപ്പസ്തോലനിലൂടെ. അതിനു മുമ്പ് വിജാതിയർക്ക് ഇങ്ങനെ ഒരു രക്ഷ പ്രവചിക്കപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ വിശ്വസിക്കേണ്ടത് പുത്രന്റെ പാപപരിഹാര ബലിയിലാണ്. തുടർന്ന് 3 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നത് എന്താണ്? ഇത് ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തെ പ്രതി സകല ജാതികളുടെ ഇടയിലും വിശ്വാസത്തിന്റെ വിധേയത്വം അല്ലെങ്കിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് ഞങ്ങൾ കൃപയും അപ്പസ്തോല സ്ഥാനവും പ്രാപിച്ചിരിക്കുന്നു. ഇവിടെ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ പൗലോസും പൗലോസിന്റെ കൂടെയുള്ളവരുമാണ്. പൗലോസ് ഒരു ലേഖനത്തിൽ പോലും ഞാനും 12 അപ്പസ്തോലന്മാരും കൂടെ എഴുതുന്നത് എന്ന് പറഞ്ഞിട്ടില്ല. റോമൻസ് 1-ാം വാക്യത്തിൽ തന്നെ പൗലോസ് പറയുന്നത് ദൈവത്തിന്റെ സുവിശേഷത്തിനായി പ്രത്യേകം നിയോഗിക്കപ്പെട്ട അല്ലെങ്കിൽ വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പസ്തോലനായ പൗലോസ് എഴുതുന്നത് എന്നാണ്. പോൾ, എ സെർവന്റ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, കോൾഡ് ടു ബി ആൻ അപ്പോസ്റ്റൽ, സെപ്പറേറ്റഡ് അൺടു ദി ഗോസ്പൽ ഓഫ് ഗോഡ്. ശ്രദ്ധിക്കുക, പൗലോസിനെ 12 പേരിൽ നിന്നും സെപ്പറേറ്റ് ചെയ്ത് വിളിച്ചിരിക്കുകയാണ്. എന്തിനാണത്? 12 അപ്പോസ്തലന്മാർ പ്രസംഗിക്കുന്ന ദൈവരാജ്യം നീട്ടിവെച്ചിരിക്കുകയാണ്. ഇപ്പോൾ പൗലോസിലൂടെ വിജാതീയരായ നമുക്കായി പ്രത്യേകമായൊരു കൃപാകാലം ആരംഭിച്ചിരിക്കുകയാണ്. സകല ജാതികളുടെയും ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന്. അങ്ങനെ വിശ്വസിക്കുന്നവരെ എല്ലാം ഒരു മഹാപുരുഷാരമായി ഇവിടെ നിന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി 12 അപ്പോസ്തലന്മാർക്ക് കൊടുത്ത ഗ്രേറ്റ് കമ്മീഷൻ എന്തായിരുന്നു? ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് സ്നാനം നൽകുവിൻ, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. എന്നാൽ യഹൂദരുടെ തിരസ്കാരം മൂലം ആ സുവിശേഷം കട്ട് ഓഫായി. അവർ ലോകമെങ്ങും പോയി പ്രസംഗിച്ചിട്ടില്ല. പകരം ഇപ്പോൾ പൗലോസ് അപ്പോസ്തലനാണ് ആകാശത്തിന് കീഴിലുള്ള സകല സൃഷ്ടികളുടെ ഇടയിലും സുവിശേഷം ഘോഷിക്കുന്നത്. ആ സുവിശേഷം പക്ഷെ എന്താണ്? ദൈവരാജ്യം ഭൂമിയിലേക്ക് വരുന്നു എന്നുള്ളതല്ല, നമ്മൾ സ്വർഗത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഈ കൃപയുടെ സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ട പൗലോസ് പറയുന്നു,